ബംഗളൂരു രാമേശ്വരം കഫേ സ്ഫോടനത്തിന്റെ മുഖ്യ ആസൂത്രകൻ പിടിയിൽ. കർണാടക സ്വദേശി മുസമ്മിൽ ഷെരീഫിനെയാണ് NIA അറസ്റ്റ് ചെയ്തത്. മനേഷ് മൂർത്തി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മനേഷ്, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ? സ്ഫോടനം നടന്ന് 28 ദിവസത്തിനു ശേഷം ആദ്യ അറസ്റ്റ് ഉണ്ടാകുന്നു, അതും മുഖ്യ സൂത്രധാരൻ തന്നെ. ഇയാളുടെ പങ്ക് എങ്ങനെ, ഒപ്പം മറ്റുള്ളവരുടെ പങ്ക്, ഇതൊക്കെ NIA വിശദീകരിക്കുന്നത് എങ്ങനെയാണ് മനേഷ് മൂർത്തി? ശ്രീജിത്ത്, 3 പേരെയാണ് ഇപ്പോൾ ഈ NIA ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത്. അതിൽ ഒരാൾ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നു. അത് ഈ പറഞ്ഞ രീതിയിൽ കർണാടക സ്വദേശിയായിട്ടുള്ള മുഹമ്മദ്. മനേഷ് മൂർത്തിയിലേക്ക് അല്പസമയത്തിനകം തന്നെ എത്താം. ബംഗളൂരു രാമേശ്വരം കഫേ സ്ഫോടനത്തിന്റെ മുഖ്യ സൂത്രധാരൻ പിടിയിലായിരിക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വന്നത്. കർണാടക സ്വദേശി മുസമ്മിൽ ഷെരീഫിനെയാണ് NIA അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. സ്ഫോടനം നടന്ന് 28 ദിവസത്തിന് ശേഷമാണ് മുഖ്യ ആസൂത്രകൻ NIA-യുടെ വലയിലാകുന്നത്. ബോംബ് വെച്ചയാളെക്കുറിച്ചുള്ള സൂചന NIA-ക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. നേരത്തെ ചിലരെ കസ്റ്റഡിയിലെടുത്തിരുന്നു, വിശദമായി ചോദ്യം ചെയ്തിരുന്നു. അതിന് പിന്നാലെ സ്ഫോടനം നടന്ന് 28 ദിവസത്തിന് ശേഷം ആദ്യ അറസ്റ്റ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുകയാണ്. 3 പേരെ ഇതിനോടകം 3 പേർ നിരീക്ഷണത്തിലുണ്ട്, ഏറ്റവും ഒടുവിലായി എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അതിന് വിശദാംശങ്ങൾ മനേഷ് മൂർത്തി നൽകും. മനേഷ് മൂർത്തി, തുടരാം. NIA ഒരാളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കർണാടക സ്വദേശിയായിട്ടുള്ള മുസമ്മിൽ ഷെരീഫ് എന്ന് പറയുന്ന ആളാണ് ഇപ്പോൾ NIA അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. സ്ഫോടനത്തിന്റെ മുഖ്യ സൂത്രധാരനാണ് ഇയാൾ എന്നുള്ളതാണ് NIA പറയുന്നത്. മാത്രമല്ല 3 പേരെ, 2 പേരെ കൂടി NIA ഇതുമായി ബന്ധപ്പെട്ട ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അവർ 2 പേരും